എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. തികച്ചും വ്യത്യസ്തമായ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആദ്യം ഒരു കാര്യം പറയാം. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിലവിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല പരിപാടി എന്താണെന്നറിയോ? വെളിച്ചെണ്ണയിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം എന്താണെന്നറിയോ? ഇപ്പോൾ അതിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് 100%, 200% ഒക്കെയാണ്. SIP-യിലും മ്യൂച്വൽ ഫണ്ടിലൊന്നും നിങ്ങൾക്ക് അത്രത്തോളം കിട്ടില്ല എന്ന് നിങ്ങൾ ഓർമ്മിക്കുക. അപ്പോ പറഞ്ഞുകൊണ്ടുവരുന്നത് വേറൊന്നുമല്ല, നമ്മൾ ജീവിക്കുന്നത് എവിടെയാണ്? കേരളത്തിലാണ്. കേരളം എന്ന പേരെങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? കേരവൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന നാട് എന്ന രീതിയിലാണ്, അല്ലെ? ആ നാട്ടിലാണ് ഇപ്പോ തേങ്ങ കിട്ടാനില്ലാത്ത അവസ്ഥ. തേങ്ങ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ. ഇവിടെയാണ് വെളിച്ചെണ്ണ ഇപ്പോൾ 500-നടുത്തെത്തി 1 ലിറ്ററിന്. അത് ഏകദേശം 600, 700, 1000 ഒക്കെ ആവും, പേടിക്കണ്ട. അതുകൊണ്ടാണ് അതിൽ നിങ്ങളോട് ഇൻവെസ്റ്റ് ചെയ്തോ എന്ന് തമാശ രൂപേണയാണെങ്കിലും പറഞ്ഞത്. തമാശയാണെങ്കിലും അതിൻ്റെ ചില എലമെന്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എവിടെയാണ് നമ്മുടെ നാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഒരു നാടിന്റെ വികസനം എന്ന് പറയുന്നത് എവിടെയാണ്? ആ നാട്ടിലുള്ള വിഭവങ്ങളെ ഫലപ്രദമായി ഉപയോഗിക്കാനാവണം. ആ നാടിന്റെ മൂല്യങ്ങളെ കൃത്യമായി മുറുകെ പിടിക്കാനാവണം. അപ്പോഴാണ് യഥാർത്ഥ വികസനം ആ നാട്ടിൽ സാധ്യമാകുന്നത്. നമ്മുടെ നാട് പല കാര്യങ്ങളിലും വികസിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് നമ്മുടെ നിലവിലുള്ള വിഭവങ്ങളെ, നമ്മുടെ നാടിന്റെ മൂല്യങ്ങളെ ബലി കൊടുത്തുകൊണ്ടാണ് ആ വികസനങ്ങളൊക്കെ സാധ്യമാവുന്നത് എന്നുള്ളതാണ്. എന്നാലും നമ്മൾ വിചാരിക്കുന്നത്ര വികസനം ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടോ? ലോകത്തെ നോക്കിയിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴും 30 വർഷവും 40 വർഷവും പിന്നിലാണെന്ന് കാണാൻ പറ്റും. ഇവിടെയാണ് നമ്മൾ വികസനത്തിന്റെ കണക്ക് പറയുന്നത്. നമ്മൾ ഈ തേങ്ങയുടെ കാര്യം മാത്രമല്ല കേട്ടോ, മറ്റ് പല കാര്യങ്ങളെയും നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അവസ്ഥ. എൻ്റെയൊക്കെ ചെറുപ്പത്തില് നമ്മുടെയൊക്കെ തറവാടുകളിൽ വലിയ പത്തായങ്ങളുണ്ടായിരുന്നു. ഇഷ്ടംപോലെ നെല്ലുണ്ട്, വയലുകളുണ്ട്. ഇന്ന് ആ പത്തായങ്ങളൊക്കെ പട്ടിക്കൂടുകളും കോഴിക്കൂടുകളും ഒക്കെ ആയി എന്നുള്ളത് വളരെ രസകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇതാണ് അവസ്ഥ എന്നുള്ളതാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മുടെ ഭരണ സംവിധാനങ്ങളും നമ്മുടെ നിയമവ്യവസ്ഥിതികളും ഒക്കെ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറ്റം പറയാനൊന്നുമല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ കാലാകാലങ്ങളായിട്ട് മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്, അല്ലെ? രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ഭരണകൂടങ്ങളും ഒക്കെ. ഇവരൊക്കെ എവിടെയാണ് നമ്മുടെ മൂല്യങ്ങളെ, നമ്മുടെ വിഭവങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചത് എന്നുള്ളത് ഒന്ന് ആലോചനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. കാരണം കൃഷി വകുപ്പുണ്ട്, മന്ത്രിമാരുണ്ട്, മറ്റ് സംവിധാനങ്ങളുണ്ട്. എന്നിട്ട് നമ്മുടെ കൃഷിയൊക്കെ എവിടെ പോയി? അതുകൊണ്ട് ഇവരെയൊന്നും നന്നാക്കാനാവില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. വിവരം കെട്ട, ബുദ്ധിയില്ലാത്ത, ദീർഘവീക്ഷണമില്ലാത്ത നേതാക്കന്മാരും ഭരണ സംവിധാനങ്ങളുമാണ് നിലവില് നമ്മുടെ മുന്നിലുള്ളത് എന്നത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനും അതിനെ ശക്തമായിട്ട് വിമർശിക്കുവാനും നമ്മൾ തയ്യാറാകണം. ഒരു ജനാധിപത്യത്തിൽ പ്രതികരണ ശേഷിയാണ്. ആരോഗ്യകരമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഒരു മാറ്റം നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. അല്ലാതെ നമ്മൾ ഇങ്ങനെ ഇതിന്റെ ഭാഗമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ മുന്നിൽ കാണുന്ന തെറ്റുകളോട് പ്രതികരിക്കുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം. ഒരാൾ മാത്രമല്ല പ്രതികരിക്കേണ്ടത്, നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ആളുകളും. ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും മറ്റിതര താല്പര്യങ്ങൾക്കും അപ്പുറം നിന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തിന്റെ ചില പ്രശ്നങ്ങളോട് പ്രതികരിക്കുവാൻ ഓരോ മനുഷ്യനും തയ്യാറാകുമ്പോഴാണ് അവിടെ ഏറ്റവും മഹത്തായ മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഇതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ഒരു റോഡിന്റെ കാര്യങ്ങളിലേക്ക് വന്നു നോക്കിക്കഴിഞ്ഞാൽ അവിടെയും അവസ്ഥ ഇത് തന്നെയല്ലേ? കിലോമീറ്റർ നീളമുള്ള ഒരു റോഡ് പണി വർഷങ്ങൾ എടുക്കും അത് പൂർത്തിയാക്കാൻ. ഇങ്ങേത്തലക്കെന്ന് അങ്ങേത്തലക്ക് എത്തുമ്പോഴേക്കും ഏകദേശം അതിന്റെ ആദ്യത്തെ കുറെ ഭാഗങ്ങൾ പോയിട്ടുണ്ടാവും. പിന്നെ അതിന്റെ പാച്ച് വർക്കിന് വേണ്ടിയിട്ട് വീണ്ടും അടുത്ത ഒരു പ്രോജക്റ്റ് തയ്യാറാക്കണം എന്നുള്ളതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. അപ്പോൾ വിവരം കെട്ട, ബുദ്ധിശൂന്യതയോടെ, ദീർഘവീക്ഷണമില്ലാതെ പ്രവർത്തിക്കുന്ന, ആർക്കോ വേണ്ടി എന്ന പോലെ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളാണ്. അത് നേതാക്കന്മാരായാലും ശരി, മറ്റ് സംവിധാനങ്ങളായാലും ശരി, പദ്ധതികളാണെങ്കിലും ശരി, അതാണ് നമ്മുടെ നാടിന്റെ നിലവിലുള്ള അവസ്ഥ എന്ന് പറയുന്നത്. അത് മാറണ്ടേ? ഇനിയും ഒരുപാട് തലമുറകൾ ഇവിടെ ജീവിക്കാനുള്ളതല്ലേ? ഈ 3 വർഷവും 4 വർഷവും ഒക്കെയാണ് ഓരോ റോഡിന്റെ ഒരു ആയുസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പൊളിഞ്ഞു പോവുകയാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, റോഡെന്നൊക്കെ പറയുന്നത് 25, 50 വർഷത്തേക്ക് ദീർഘവീക്ഷണത്തോടെ അതിനെ കൃത്യമായി പ്ലാൻ ചെയ്ത് ഉറപ്പോടുകൂടി നമ്മൾ പണിതുയർത്തേണ്ട ഒന്നാണ്. ഒരു നാടിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചറാണിത്, അല്ലെ? അടിസ്ഥാന സൗകര്യങ്ങളാണിത്. അത് കരുത്തോടെ നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എവിടെയാണ് നമ്മുടെ വികസനങ്ങൾ എന്ന് പറയുന്നത്, നല്ല മാറ്റങ്ങൾ എന്ന് പറയുന്നത് എവിടെയാണ്? ഇത് വോട്ടിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾ പലതും ചെയ്തു എന്ന് പറയുകയും
ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം പണി കഴിപ്പിച്ച പലതും നശിച്ചു പോവുകയും ചെയ്യുന്നിടത്ത് എവിടെയാണ് വികസനം എന്ന വാക്കിന് പ്രസക്തിയുള്ളത്? അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നാടിന്റെ വളരെ പരിതാപകരമായ അവസ്ഥ. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ നമ്മുടെ നാട്ടില് പല ആളുകളും നാട് വിട്ട് പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നതും പിന്നീട് തിരിച്ചു വരാത്തതും. അങ്ങനെയുള്ള കാഴ്ചകൾ കാണുന്നത് നമ്മുടെ നാട് വളരെ മോശമായ സാഹചര്യങ്ങളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് എന്ന് പറയേണ്ടി വരുന്നത് അപ്പോഴാണ്. ഇവിടെ ഒരു പുതിയ സംരംഭം തുടങ്ങാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. നിങ്ങൾ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ അറിയാം അതിന്റെ നൂലാമാലകൾ എത്രത്തോളം മോശമാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനാവും. അത്ര ഫ്രണ്ട്ലി അല്ല നമുക്കൊരു വ്യവസായം, ഒരു സംരംഭം തുടങ്ങുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ. അത്രക്കേറെ നൂലാമാലകളാണ്. ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ നമ്മളിങ്ങനെ കയ്യും കെട്ടിയിരുന്നിട്ട് കാര്യമില്ല. സമൂഹം വളരെ ശക്തമായിട്ട് പ്രതികരിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നുണ്ടല്ലോ, നമ്മളൊക്കെ വോട്ട് ചെയ്യാൻ പോകുന്നുണ്ടല്ലോ, നമ്മളത് എന്തിനു നൽകണം എന്നതിനെ കുറിച്ച് കൃത്യമായൊരു ബോധം നമുക്ക് ഇനിയെങ്കിലും ഉണ്ടാവേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം നമ്മുടെയൊക്കെ ജീവിതം വലിയ സങ്കീർണതകളിലേക്ക് കടന്നു പോകും. നമ്മളൊക്കെ വോട്ടെല്ലാം കൊടുത്ത് വിജയിപ്പിച്ചിട്ട് ഒരു നേതാവിനെ ഒരു സ്ഥലത്ത് പറഞ്ഞയക്കുന്നത് അവർക്ക് അവരുടെ സൗകര്യം പോലെ ജീവിക്കാനുള്ളതല്ല. ഈ നാടിന് വേണ്ടി ചില കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സാമൂഹ്യ സേവനത്തിന് ഇറങ്ങിയതല്ലേ, രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട്, രാഷ്ട്രത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരായിരിക്കുമല്ലോ രാഷ്ട്രീയ പ്രവർത്തകര്. അല്ലാതെ അവനവന്റെ കുടുംബം നന്നാക്കുക എന്ന ലക്ഷ്യത്തോടെ അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ആ പണിക്ക് നിങ്ങൾ പോവാതിരിക്കുക എന്നല്ലേ വേണ്ടത്. അതിന് വേറെ പണിയുണ്ടല്ലോ, പണം ഉണ്ടാക്കാൻ മറ്റുള്ള വഴികളില്ലേ. അപ്പോ താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ആ മേഖലയിൽ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നുള്ളത് തന്നെയാണ്. പക്ഷെ നമുക്ക് പണം ഉണ്ടാക്കാൻ മികച്ചൊരു അവസരമായിട്ട് രാഷ്ട്രീയ മേഖല മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും വളരെ അപകടകരമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ ഇതിനൊക്കെ മാറ്റമുണ്ടാവണമെങ്കിൽ സാധാരണ ജനങ്ങൾ, നമ്മളെപ്പോലുള്ള ആളുകൾ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങളിലേക്ക് എത്തിപ്പെടേണ്ടതുണ്ട്. ശക്തമായിട്ട് മുന്നിട്ടിറങ്ങേണ്ടതുണ്ട്. തെറ്റുകൾക്കെതിരെ നിങ്ങൾ പ്രതികരിക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇനിയും നമുക്ക് പിന്നിൽ ഒരുപാട് തലമുറകൾ വരാനുള്ളതാണ്. അവർക്ക് ജീവിക്കാനുള്ള എല്ലാ നല്ല സാഹചര്യങ്ങളും അറ്റ്മോസ്ഫിയറും ഒരുക്കുക എന്ന ഉത്തരവാദിത്വവും നമുക്ക് ഉണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.